ഒരു വെറൈറ്റി പടം ഞങ്ങൾ സുരേഷ് ഗോപിയുടെ മൂപ്പറ് ഗുണ്ട പോലീസൊക്കെ ആയിട്ടാണ്. പക്ഷെ ഇത് ഒരു വെറൈറ്റി. പിന്നെ സുരേഷ് ഗോപിയുടെ തിരിച്ചു കുറവാണല്ലോ, അപ്പൊ നല്ല രസമുണ്ട്. നല്ല ക്ലാസ് മൂഡ് പടം. പിന്നെ ഒരു പെണ്ണിന്റെ ഉണ്ടായ സംഭവമാണ് ഇതൊക്കെ. BGM ഒക്കെ കുഴപ്പമില്ല, പക്ഷെ അടിച്ചുപൊളിയില്ല. നല്ല ക്ലാസ്, ഒരു പക്ക മൂഡ് പടം. കാണാത്തവരെല്ലാം സിനിമ കാണുക. ഒന്നും പറയല്ലേ, കിട്ടുവാണ് പുള്ളിക്കാരൻ്റെ റോൾ അടിപൊളി റോൾ. നിങ്ങൾ കണ്ടിട്ട് പറ. എനിക്കറിയില്ല, നിങ്ങൾ പറ. നല്ലൊരു കംബാക്ക് ആണ് കിട്ടിയത്. ഒരു നല്ല സ്റ്റാർ കാസ്റ്റിന്റെ കൂടെ അതും സുരേഷ് ഏട്ടൻ്റെ കൂടെ നല്ലൊരു കംബാക്ക് താങ്കൾ കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം സന്തോഷത്തോടെ നോക്കിയാണ്? ഭയങ്കര സന്തോഷം, ഭയങ്കര സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കൊന്നും വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല. ഭയങ്കര സന്തോഷം. ഞാനും ഇപ്പോഴാണ് പടം കാണുന്നത്. ഭയങ്കര സന്തോഷമായി. പ്രേക്ഷകരുടെ ഒരു പ്രതികരണം ഇപ്പം എല്ലാവരും എനിക്കൊന്ന് സുരേഷ് ഏട്ടൻ്റെ ഓരോ കൈയടിക്കാനുള്ള കുറേ ഡയലോഗ്സ് ഇതിലുണ്ട്. അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക. ഞാൻ ഇനി കൂടുതലൊന്നും പറയാനില്ല. നല്ല എക്സൈറ്റഡ് ആണ്, നല്ല സന്തോഷം. ഇനി തുടർന്ന് സജീവമായിട്ട് ഉണ്ടാവണം, ഭയങ്കര ആഗ്രഹമുണ്ട്. താങ്ക് യു ബ്രോ. ഇൻട്രോയിൽ നല്ല ഫ്ലോ പടം പോയിക്കൊണ്ടിരുന്നതാണ്. ഇൻട്രോയിൽ ശക്കൽ ഒരു ലാഗിലേക്ക് മാറി പടം. ഇത് വിവാദമാകാൻ കുറേ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ സർക്കാരിനെതിരെ കുറേ അലിഗൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു 4-5 ആഴ്ചത്തെ ഇനി ഇതായിരിക്കും, JSK ആയിരിക്കും ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഒരു കുറേ വിവാദങ്ങളുള്ള ആദ്യം തൊട്ടേ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് അവസാനത്തെയും സർക്കാരിനെതിരെയാണ്. കുഴപ്പമില്ല, എന്നാലും കണ്ടേ പാസ്, കുഴപ്പമില്ല. നമ്മൾ പടം സുരേഷ് ഏട്ടൻ അടിപൊളിയായിട്ടും. സുരേഷ് ഏട്ടൻ വേറെ ലെവലാണ്, അടിപൊളിയായിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ വൻ ഒരു പരിചയക്കുറവിൻ്റെ ഒരു കരുതുണ്ട്. 2 തവണ കഴിയുമ്പോഴത്തേക്കും കൂടി ശരിയായിക്കോളും. ഓക്കെ. പഴയ ചിന്താമണി കേസിൻ്റെ എനിക്ക് പറഞ്ഞു ഇൻ്റർവ്യൂൽ വരെ അതേപോലെ അതിനേക്കാളൊക്കെ വെല്ലുന്ന പടമായിരുന്നു. ഇൻ്റർവ്യൂൽ ലാഗ് തോന്നി. അത് കുഴപ്പമില്ല. അനുപമയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അനുപമ അവസാനം ഉള്ളൂ, രാഷ്ട്രത്തെ കുറച്ച് സീനേ ഉള്ളൂ കേട്ടോ. അനുപമ പ്രവേശനം കുഴപ്പമില്ല. അതാ പുള്ളിക്കാരില്ല, സോറി ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്ത് മറ്റേ പുള്ളിക്കാരെ ഓർത്തത്. അനുപമ അതിൻ്റെ അവസാനം വരെ ഉണ്ട്. പുള്ളിക്കാരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സർക്കാർ വിവാദമാകാനുള്ള കുറേ ചാൻസുകൾ പടത്തിൽ കാണുന്നുണ്ട്. ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിനെ പറ്റി എല്ലാം വിമർശിക്കുന്ന കുറേ സീനുകളുണ്ട് കേട്ടോ. കുഴപ്പമില്ല. പ്രേക്ഷകരൊക്കെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള കുഴപ്പമില്ല. അങ്ങനെ ഒരു മൂഡാണ് പടം ചെയ്തിരിക്കുന്നത്. ആ ഒരു മൂഡിലാണ് പടം പോയിരിക്കുന്നത്. ഒരു 1 ടൈം വാച്ച്. ഇൻ്റർവ്യൂലൊക്കെ കിടലിലായിരുന്നു. ഇൻ്റർവ്യൂലൊരു ലാഗ് പോലെ തോന്നി. അത്രേ കുഴപ്പമില്ല. പടം കണ്ടായിരുന്നു? JSK ഇപ്പോൾ കണ്ടിറങ്ങിയതുള്ളൂ. നല്ല പടമാണ്, ഒരു സംശയമില്ല. നമുക്ക് ധൈര്യപൂർവ്വം ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു കോടതി സിനിമയാണ്. എന്നിരുന്നാലും കോടതിയിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിനോടൊരു ചോദിക്കുകയാണ് അവസാനം. എന്നിരുന്നാൽ പോലും നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് സിനിമ. പിന്നെ സുരേഷ് ഏട്ടൻ്റെ ഗംഭീര തിരിച്ചറിവ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് സുരേഷ് ഏട്ടൻ ഇതുപോലൊരു ഹിറ്റ് വരാൻ പോകുന്നത്. പിന്നെ ഓരോ ഡയലോഗിനും മാസ് കൈയടിയാണ്. മാസ് സിനിമയാണെന്ന് ചോദിച്ചാൽ മാസല്ല, എന്നിരുന്നാൽ പോലും ഫാമിലി എൻ്റർടൈനറാണ്. JSK സൂപ്പറാണ്, ഒരു സംശയമില്ല. നാളെ മുതൽ തിയേറ്ററുകൾ നിറഞ്ഞോടും. അഷ്കർ അടിപൊളിയായിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം അഷ്കറാണ് ഈ സിനിമ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടൻ്റെ മകൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ സുരേഷ് ഏട്ടനേക്കാൾ കൂടുതൽ സീന് പുള്ളിക്കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗംഭീര. അതുപോലെ തന്നെ നായിക അനുപ, അത് എടുത്തു പറയണം. ആദ്യം മുതൽ അവസാനം വരെ പീഡനമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. എനിക്ക് കഥയെക്കുറിച്ച് പറയാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് കാണാനുള്ള ത്രില്ല് പോകും. എന്നിരുന്നാലും ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവീണാണ് ഡയറക്ടർ. പ്രവീൺ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സിനിമ കുഴപ്പമില്ലായിരുന്നു, നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സുരേഷ് സാറിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒത്തിരി പടങ്ങൾ ഞാൻ നേരത്തെ മുതൽ കാണാറുണ്ട്. അതെല്ലാം ക്ലിയർ ആയിരുന്നു. പുള്ളിയുടെ എല്ലാം ഒരു പ്രത്യേക ടൈപ്പാണല്ലോ, അത് എനിക്കിഷ്ടമുള്ളതാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പുള്ളിയുടെ കഥാപാത്രങ്ങളെല്ലാം. എന്നെ വരാനുണ്ട് ആയി വരുന്നേ ഉള്ളൂ. JSK കണ്ടിറങ്ങുന്നു. നല്ലൊരു ചിത്രം ആയാലും ഇതിൽ കുറച്ച് നിയമവശങ്ങളൊക്കെ ആയാലും അത് കറക്റ്റായിട്ടുള്ള ഇതായിട്ട് തന്നെയാണ് അതിൽ കാണിച്ചേക്കുന്നത്. ഇതേപോലെ നടക്കുന്ന സംഭവങ്ങളുണ്ടാവും. ആയാലും അച്ഛനും മോനും തമ്മിലുള്ള അതൊന്ന് പറയേണ്ട ഒരു കാര്യം, എടുത്തു പറയേണ്ട കാര്യമാണ്. നന്നായിട്ടുണ്ട്. പിന്നെ സുരേഷ് ഏട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചൊരു വക്കീൽ പെർഫോമൻസ്, പിന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ, ആക്ഷൻ, ഗാനങ്ങൾ എല്ലാം നല്ലൊരു ചിത്രമാണ്. പ്രേക്ഷകർക്ക് ധൈര്യപൂർവ്വം വന്ന് കാണാം. നല്ല രസമുള്ള സിനിമ. നമ്മളെ തുടക്കം മുതൽ എൻഡ് വരെ അത് പിടിച്ചിരുത്തുന്നുണ്ട്. നല്ലൊരു സിനിമ JSK. എല്ലാവരും സൂപ്പറാണ്. ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും, ബൈജു ആകട്ടെ, ഇതിൽ ചിലരുടെ പേരെ എനിക്ക് അറിയില്ല. എന്തായാലും ഇതിൽ ജഡ്ജിയായിട്ട് അഭിനയിച്ച ആളുകളാണെങ്കിലും വക്കീൽമാരായിട്ട് അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ഈ പെർഫെക്റ്റായിട്ട് പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെയുള്ള കഥ ആയാലും
നല്ല കാസ്റ്റിംഗ്, നല്ലൊരു സിനിമ JSK. ബ്രോ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പണി കുഴപ്പമില്ല ബ്രോ. കൺഗ്രാറ്റ്സ് കണ്ടായിരുന്നു. പടം നല്ല ലൈക്ക് ഒരു നമ്മുടെ SJയുടെ ഒരു ഫയർ ബ്രാൻഡ് സാധനം. ആക്ഷൻ സീക്വൻസ് ഉണ്ട് അത്യാവശ്യം, 2-3 ആക്ഷൻ സീക്വൻസ്. പിന്നെ ഡയലോഗ് ഡെലിവറി സംഭവങ്ങളൊക്കെ, കോടതിയിലുള്ള മാസ് സീൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നൈസ് ഡയലോഗ്സ് ഉണ്ട് SJക്ക് വേണ്ടിയാണ് പടം കാണുന്നത്. നല്ല ടീം ഉണ്ടായിരുന്നു. ഓവറോൾ എനിക്കൊരു ആവറേജ് മൂവിയുടെ ഫീൽ ചെയ്തു. ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. ഫൈറ്റിലൊക്കെ പുള്ളിയുടെ ഒരു ഓറയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് പോലെ കാണുന്ന ആ ഒരു ഓറ അത് പുള്ളിക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ഉണ്ട്. ലൈക്ക് നമുക്കത് ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ലൈക്ക് മാസ് ഫീൽ കിട്ടുന്നുണ്ട്. അഷ്കർ അലിയും അനുപമയൊക്കെ എങ്ങനെയാണ് പെർഫോമൻസ്? എല്ലാവരും പെർഫോമൻസ് നല്ലായിരുന്നു ഓവറോൾ അത്യാവശ്യം. പിന്നെ അച്ഛൻ മോൻ കോമ്പിനേഷൻ ഉണ്ട്, കുഴപ്പമുണ്ടായില്ല. ഓവറോൾ ഒരു ആവറേജ് മൂവി. മാധവിനെ കണ്ടിട്ട് എന്താണ് പ്രതീക്ഷ തോന്നുന്നത്? ഇപ്പം ഒരു ഭാവി സൂപ്പർ സ്റ്റാർ ആയ സാധ്യത മേ ബി ബെറ്റർ ആവുമായിരിക്കും. ഇപ്പോൾ JSK വിവാദത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നി. കാരണം ഒരു പേരിൽ ഒന്നുമില്ല, അത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ അർത്ഥമാക്കുന്നുണ്ട്. ഒരു കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ. സുരേഷ് ഗോപി എന്ന നടൻ്റെ വളരെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ്, അതേപോലെ തന്നെ അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന ആ നടിയുടെ ഒരു പെർഫോമൻസ്, അതേപോലെ തന്നെ മാധവ് സുരേഷ്, പിന്നെ അഷ്കർ അലി, ആസിഫ് അലിയുടെ അനിയൻ, അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. സുധി രാമേന്ദ്രൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സംതൃപ്തി നൽകിയ ഒരു ചിത്രം തന്നെയായിരുന്നു JSK. നല്ലൊരു ചിത്രം. പടം തരക്കേണ്ടായില്ല, അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സുരേഷ് ഗോപി മാത്രമല്ല, നായികൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വ്യത്യസ്ത രീതിയിലുണ്ടെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷനൊക്കെ അടിപൊളിയാണ്. അതിലെ ചില അനാവശ്യമായ ചില പൊളിറ്റിക്സ് അതിൽ കയറി വന്നിട്ടുണ്ടെന്നല്ലാതെ പടം അടിപൊളിയാണ്. മാധവ് സുരേഷ് ഒന്നുകൂടി പെർഫെക്റ്റ് ആവാനുണ്ട്. കാരണം ആള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു കുറവുകളുണ്ട്. ഇനി ഭാവിയിലേക്കാൾ എന്താണ് അടുത്ത അനുപമ സൂപ്പറായിട്ടുണ്ട്. ഉള്ള കഥാപാത്രം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് ടച്ച് ചെയ്യുന്ന സീൻ തന്നെയാണ്. പിന്നെ ചില നിയമത്തിൻ്റെ ചില ഇത്, കാരണം തെളിവുകളില്ലെങ്കിൽ ചില എന്താണ് നിരപരാധികളെ ഇതുണ്ടല്ലോ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ, അതൊക്കെ അതിൽ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് ചില പൊളിറ്റിക്സ് അതിൽ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ചില ഇതൊക്കെ അതിൽ ഇടയിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല. അത് ചിലപ്പോൾ ജനലിലേക്ക് എത്തുമ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ അതിൽ പല രീതിയിലൊക്കെ അതിൽ കയറുന്നുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, പടം അത്യാവശ്യം തരക്കേടില്ല, വിജയിക്കുമ്പോൾ ജനങ്ങളേക്കും. ചിത്രത്തിൻ്റെ മേക്കിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം. ഈ കോടതി സംഭവം, ഇങ്ങനെ ഒരു കോടതി സംഭവം ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് അനുഭവത്തിൽ ഒരു സിനിമ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത്രയും വ്യത്യസ്തമായ രീതിയിലാണ് എഴുത്തുകാരനെയാണ് ഞാൻ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നത്. കാരണം അത്രയും വ്യത്യസ്തമായൊരു കഥയാണ്. ആ കഥ നല്ല രീതിയിൽ പറയുന്നുണ്ട്. എല്ലാവരും കഥാപാത്രങ്ങളെല്ലാം, ആസിഫ് അലിയുടെ അനിയനൊക്കെ നന്നായിട്ടുണ്ട്, എടുത്തു പറയേണ്ടതാണ് ആസിഫ് അലിയുടെ അനിയൻ. അങ്ങനെ ഓരോ താരങ്ങളും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമ. മാധവ് സുരേഷ് വളരെ നന്നായിട്ടുണ്ട്. മാധവ് സുരേഷിന് മലയാള സിനിമയിൽ നല്ലൊരു നടനായി തുടരാൻ പറ്റും. നല്ലൊരു വേഷമാണ്, അല്ല നായകനൊന്നുമല്ല, ഒരു സൈഡ് വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനൊന്നും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പഴയതുപോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് തന്നെ അല്ല അധികം പ്രാധാന്യം, കുറച്ച് ഫൈറ്റുകൾ ഉണ്ടെങ്കിലും കോടതി സീനാണ് പ്രധാനമായിട്ടുള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. എങ്ങനെ? ഇത് നല്ല സിനിമയാണ്. വളരെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വ്യത്യസ്തമായ കോടതി അനുഭവമാണ്. ഇന്ന് വരെ പറയാത്ത കോടതി അനുഭവം അല്ല. നമ്മൾ സ്ഥിരം പറയുന്ന കോടതി അനുഭവം കണ്ടിട്ട് കാര്യമില്ല. പഴയ പടങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്, കോടതി പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്നും മോശമൊന്നല്ല. ഇത് മറ്റാരും പറയാത്ത നല്ലൊരു സിനിമ. കാരണം ആ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് എടുത്തു ചെല്ലുമ്പോഴാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കാരണം പടം ഇങ്ങനെ ചവറ് പോലെ ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ എല്ലാം കയറി നല്ലതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഒരു കഥാകൃത്ത് എഴുതി വെക്കുന്ന ഒരു കഥ അത് നല്ല രീതിയിൽ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ. പടം JSK കണ്ടിറങ്ങി.
കുഴപ്പമില്ല, നല്ലൊരു ഫിലിമാണ്. തിയേറ്ററിൽ ഇത് സുരേഷേട്ടൻ്റെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. നമ്മൾ കുറേ നാളത്തിന് ശേഷം സുരേഷിൻ്റെ ഒരു പടം കാണുവാണ്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് സമൂഹത്തോട് പറയണോ എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ നമുക്ക് പറയുന്നുണ്ട്. പലരുടെയും പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിക്കും പല മൊമെൻറ്റ്സിൽ നമുക്ക് സൊസൈറ്റിയോട് പറയണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാകാത്ത പല കാര്യങ്ങളും അവരുടെ പ്രതിഷേധം ഈ സിനിമയെ കാണിച്ചു. ചിലപ്പോൾ അതായിരിക്കും കോൺട്രവേഴ്സി ആവേണ്ടത്, അല്ലാതെ ഒരു പേരിൻ്റെ പേര് കോൺട്രവേഴ്സി ആയത് എന്തിനാണെന്നൊന്നും ഈ സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയെ പറയുന്നുണ്ട്. എൻ്റെ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് ആരാണ് എന്താണെന്ന് പോലും നമുക്ക് അവസാന സെക്കൻഡിൽ നമുക്ക് പിടികിട്ടില്ല. ആ ലെവൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പടം, നല്ലൊരു ആക്ഷൻ കോഡ് ഡ്രാമ എന്ന് തന്നെ പറയാൻ പറ്റും. നല്ലൊരു പടമാണ്. അല്ല, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വളരെ നല്ലൊരു പടമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യുന്നു. നമ്മൾ MP ആയിട്ടാലും പോയിട്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോറീസ് ഉണ്ടല്ലോ. നമ്മളെ കുറച്ച് രാഷ്ട്രീയ പറയുന്ന അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത കാണിക്കുന്ന സിനിമകളെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ ബേസ് നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു സിനിമയാണ്. ഭയങ്കര നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് അനശ്വരയാണേലും ഒരുപാട് നാളുകൾക്ക് ശേഷം അനശ്വര ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മലയാളത്തിലൊരു പടം ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരുപാട് ഭയങ്കര നല്ല ബോൾഡായിട്ടൊരു ക്യാരക്ടർ ഭയങ്കര നല്ല രീതിയിൽ അത് അതിൻ്റെ കറക്റ്റ് ലെങ്ത്ത് പിടിച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര നമ്മളെപ്പോഴും ലാഗ് എന്ന് പറഞ്ഞ സാധനമില്ല, നമ്മളെ ഇരുത്തും. ഓരോ സീൻ നമ്മളവിടെ ഇരുന്ന് നമ്മളത് കാണും. എണീറ്റ് പോകണ ആ ഒരു മൈൻഡ് നമുക്ക് ഒരിക്കലും ഇല്ല. പിന്നെ നെഗറ്റീവ് പറയണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഫുൾ ടൈം പടം ഇരുത്തി ഞാൻ ഇരുന്ന് കണ്ടു. ഫുൾ വാച്ചബിളാണ്. നല്ലൊരു കണ്ടൻറ്റ്. അതിനെ ക്ലൈമാക്സ് അതിൻ്റെ ഒരു തോട്ട് എങ്ങനെ വരും, അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെ ആവുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതും ഭയങ്കര കൺവീൻസിങ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അഫ്കോഴ്സ് എൻ്റെ ഇതിൽ നല്ലൊരു പടമാണിത്. വളരെ നല്ലൊരു പടമായിരുന്നു. കാരണം സുരേഷേട്ടന് നല്ലൊരു കംബാക്കാണ്, അഷ്കറിലയുടെ നല്ലൊരു കംബാക്കാണ്, മാധവിന് നല്ലൊരു തുടക്കമാണ്, അനുപമയുടെ മലയാളത്തിലേക്ക് നല്ലൊരു തിരിച്ചുവരവാണ്. എന്തുകൊണ്ടൊരു നല്ല പടം. ഒരു എന്താ പറയുക, നല്ലൊരു കണ്ടന്റ് ആണല്ലോ. ഇപ്പം എനിക്കായാലും മെയിനായിട്ട് ഇതിൻ്റെ പേര് എന്തുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ അത് തടഞ്ഞു വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനകത്ത് ജാനകി എന്ന് പറഞ്ഞൊരു കേന്ദ്ര കഥാപാത്രത്തെ കാണിക്കുന്നത് തന്നെ ഒരു ഭയങ്കര പവർഫുൾ വുമണായിട്ടാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇത്രയും സ്ട്രഗിൾസ് സഹിച്ച് മുന്നോട്ട് വന്നൊരു സ്ത്രീയായിട്ടാണ് ജാനകിയെ കാണിക്കുന്നത്. അത്രയും പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടർ. സോ ആ ഒരു പേര് എന്തുകൊണ്ട് അങ്ങനെ വെക്കാനൊരു മാനക്കേട് ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇപ്പോൾ എന്താ പറയുക, സുരേഷേൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാലും എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ അദ്ദേഹത്തിൻ്റെ സൗണ്ട് കൊണ്ടായാലും ആ ഒരു മുഴക്കവും എന്താ പറയുക, മൊത്തത്തിൽ ഡയലോഗ് ഡെലിവറി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലോട്ടാണ് ഇടിച്ചു കയറുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ സെൻറ്റൻസും ഓരോ ഡയലോഗ്സും മൊത്തത്തിൽ രസമാണ്. ഇപ്പോൾ അഷ്കറിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയാലും എന്താ കറക്റ്റ് മീറ്ററാണ് അദ്ദേഹം പിടിച്ചിരിക്കുന്നത്. ഒട്ടും ഓവറാക്കിയിട്ടില്ല, ഒട്ടും മോശമാക്കിയിട്ടുമില്ല. മാധവായാലും നൈസായിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് നല്ലതായിട്ടുണ്ട്. ഇപ്പം ക്ലൈമാക്സിലായാലും കുറച്ച് ഫൈറ്റ് സീൻ അദ്ദേഹത്തിൻ്റെ ഒരു ഓറ എന്നൊക്കെ പറഞ്ഞത് ഗംഭീരമാണ്. എൻ്റെ സൗണ്ട് ആയാലും അതിൻ്റെ കൂടെ തന്നെ സോങ്സ് എടുത്തു പറയേണ്ടതാണ്. നല്ല ഒരു കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണ് സോങ്ങിൻ്റെ എല്ലാം വന്നിട്ടുള്ളത്. ഒരിക്കൽ പോലും ഒരു മുഴച്ചു നിൽക്കലില്ല ഒരിടത്ത് പോലും. കറക്റ്റ് പ്ലേസ്മെൻറ്റ് സോങ് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും അടിപൊളി പടം.